നിങ്ങൾ ഇപ്പൊ പറഞ്ഞ കാര്യം ഞാൻ രാജീവിനോട് പറയാം. ഇവിടെ എല്ലാവരുടെയും മധ്യത്തിൽ വെച്ച് തന്നെ ചോദിക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ എന്തിനാ വെച്ച് താമസിപ്പിക്കുന്നത്? ഇപ്പൊ തന്നെ ഞാൻ രാജീവിനോട് ചോദിക്കാം. സമൃദ്ധ, എന്താ സമൃദ്ധ ഇത്? ഞാൻ എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് ഇങ്ങനെ ചൂടാവണോ? ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും. അല്ല, അങ്ങനെയൊന്നും അല്ല. സോറി, ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല, നീ ഒന്നും കേട്ടിട്ടുമില്ല. നമ്മൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല. ശിശിരേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് പ്രശ്നം തന്നെയാ. ഇനി ഒരിക്കൽ കൂടി ഇത് ആവർത്തിച്ചാ എന്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. ഒന്ന് പതുക്കെ. ഞാൻ സോറി പറഞ്ഞല്ലോ, പിന്നെന്താ? ചേച്ചി പുറത്തേക്ക് ഇറങ്ങ്, എനിക്ക് അല്പം സ്വസ്ഥത വേണം. ഇവക്കിതെന്തു പറ്റി? പൂച്ചയെ പോലെ ഇരുന്നവൾ ഇങ്ങനെ പുലിയെ പോലെ ചാടണമെങ്കിൽ ഇതിന് പിന്നിൽ എന്തോ വലിയ രഹസ്യമുണ്ട്. ഇത് ഞാൻ വെറുതെ വിടില്ല. ദൈവമേ, ഇനി എത്ര നാള്, എത്ര പേരോട് ഞാനിങ്ങനെ കള്ളം പറഞ്ഞ് ജീവിക്കും? ഓരോ കള്ളവും എന്നെ ശ്വാസം മുട്ടിച്ച് കൊല്ലുകയാണല്ലോ. ഇനി എനിക്ക് വയ്യ. ഇതിനിയും തുടർന്ന ശ്വാസം മുട്ടി ഞാൻ മരിച്ചു പോവും. ഗൂഗിളിനോട് എല്ലാം തുറന്നു പറയാം, അതാ നല്ലത്. ഇനി ആരെയും ഭയന്നിരുന്നിട്ട് ഒരു കാര്യമില്ല. അവന്തിയുടെ കളികൾ അവസാനിപ്പിക്കാനുള്ള ഏറ്റവും നല്ല വഴി ഞാൻ സച്ചേട്ടനിലേക്ക് തിരിച്ചു പോവുക എന്നത് തന്നെയാണ്. എൻ്റെ മോളും ഞാനും സച്ചേട്ടനും ആ പഴയ ജീവിതം തന്നെ മതി എനിക്ക്. സച്ചേട്ടനിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനിക്കുമ്പോഴും ഗൂഗിളിന്റെ മുഖം എന്നെ പിന്നോട്ട് വലിക്കുകയാണല്ലോ ഈശ്വര. 10 വർഷം എന്നെ ഓർത്ത് ഭ്രാന്ത് പിടിച്ച് നടന്ന സച്ചേട്ടൻ ഒരു വശത്ത്, അതേ 10 വർഷം എനിക്കൊരു പോറൽ പോലും ഏൽക്കാതെ എന്നെ സ്നേഹിച്ച് സംരക്ഷിച്ച ഗൂഗിള് മറുവശത്ത്. ഗൂഗിൾ, ഇസബെല്ലയുടെ മരണം നിങ്ങളെ ബാധിക്കാതിരുന്നത് ഞാനുള്ളതുകൊണ്ടാണെന്ന് എനിക്കറിയാം. പക്ഷെ നിങ്ങൾക്കറിയോ, സച്ചേട്ടൻ എൻ്റെ പ്രാണനാ. ഭർത്താവിൻ്റെ സ്ഥാനത്ത് സച്ചേട്ടൻ മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. ഞാൻ എന്ത് ചെയ്യും ഗൂഗിൾ? ഈ ധർമ്മസങ്കടം അനുഭവിക്കുന്നതിനേക്കാളും നല്ലത് ഈ നിമിഷം ഹൃദയം പൊട്ടി ഞാൻ മരിക്കുന്നത്. ആരുടെയും കണ്ണുനീര് എനിക്ക് കാണാൻ വയ്യ. ഇങ്ങനെ പോയി എനിക്ക് ഭ്രാന്ത് പിടിക്കും. എൻ്റെ ദൈവമേ, എനിക്കൊരു വഴി പറഞ്ഞതാ.